ഒരു ജാതി ജാതകം. അരവിന്ദിന്റെ അതിഥികൾക്ക് ശേഷം എം മോഹനൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് ഒരു ജാതി ജാതകം. വിനീത് ശ്രീനിവാസൻ തന്നെയാണ് ഈ ചിത്രത്തിലും നായകനായി എത്തിയിരിക്കുന്നത്. മമ്പറത്ത് ജയേഷ് എന്ന കഥാപാത്രത്തെയാണ് വിനീത് ശ്രീനിവാസൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിനീതിന് പുറമെ ഈ പടത്തിൽ വിധു പ്രതാപ്, സയനോര, നിഖില വിമൽ, ബാബു ആന്റണി, ഇഷ തൽവാർ, പി കുഞ്ഞികൃഷ്ണൻ, മൃദുൽ നായർ, നിർമ്മൽ പാലാഴി തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ ഉണ്ട്. അരവിന്ദിന്റെ അതിഥികൾ ചെയ്തപ്പോൾ തന്നെ സംവിധായകന്റെ ഒരു ട്രാക്ക് മാറ്റം കണ്ടതായിരുന്നു. കാച്ചിക്കുറുക്കി എഡിറ്റ് ചെയ്തു ഇമോഷണലി കണക്റ്റഡ് ആക്കിക്കൊണ്ട് വേഗത്തിലും രസകരമായും നീങ്ങി 2 മണിക്കൂറിനുള്ളിൽ തീരുന്ന തരത്തിലുള്ള ഒരുതരം മേക്കിംഗ് തന്നെയാണ് ഇവിടെയും കാണാവുന്നത്. തൻ്റെ കോൺസെപ്റ്റുകൾ കൊണ്ടും ജാതക പ്രശ്നം മൂലവും ചിന്താഗതികൾ കൊണ്ടും 40 വയസ്സാകാറായ നായക കഥാപാത്രത്തിൻ്റെ വിവാഹം നടക്കാതിരിക്കുന്ന സാഹചര്യം കാണിച്ചുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് വിവാഹത്തിലേക്ക് എത്താത്തതെന്നും നായകൻ്റെ ചുറ്റുമുള്ള സ്നേഹിതരുടെയും കുടുംബാംഗങ്ങളുടെയും സ്വഭാവവും പശ്ചാത്തലവും സംവിധായകൻ ആദ്യ അരമണിക്കൂറിൽ തന്നെ പ്രേക്ഷകന് സരസമായ രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. ഫെമിനിസം, ജ്യോതിഷം, ജാതകം, സ്ത്രീവിരുദ്ധത, സോഷ്യൽ മീഡിയ സ്വാധീനങ്ങൾ, സൗന്ദര്യം, സ്വവർഗാനുരാഗങ്ങൾ, വിവാഹ സങ്കല്പങ്ങൾ, വിവാഹമോചനങ്ങൾ തുടങ്ങി ഒരു ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക എല്ലാ ഘടകങ്ങളും ടച്ച് ചെയ്തുകൊണ്ടാണ് ഒരു ജാതി ജാതകം കഥ പറഞ്ഞു പോകുന്നതും അവസാനിപ്പിക്കുന്നതും. സിനിമയുടെ ഒന്നാം പകുതി അട്രാക്റ്റീവും അത്യാവശ്യം സ്പീഡിൽ പോകുന്ന തരത്തിലും ആയിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ ആസ്വാദനത്തിന് കുറച്ച് കല്ലുകടി ഫീൽ ചെയ്തു. ഒരു ഒഴുക്ക് നഷ്ടപ്പെടുന്നതായി പേഴ്സണലി ഫീൽ ചെയ്തു. രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ നായക കഥാപാത്രത്തിന് ഒരു ഡൈവേർഷൻ സംഭവിക്കുന്നതും സിനിമയുടെ അവസാനത്തേക്ക് എത്തുമ്പോൾ നായക കഥാപാത്രത്തിൻ്റെ ബേസിക് സ്വഭാവം തന്നെ മാറിപ്പോകുന്നതായും ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഉദ്ദേശം 2 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഈ ചിത്രം പ്രൊമോ വീഡിയോകളിൽ ഒക്കെ ഉള്ള പോലെ തന്നെ കളർഫുൾ ആയാണ് ചിത്രീകരിച്ചിരിക്കുന്നതും നമ്മെ കാണിച്ചിരിക്കുന്നതും. നിഖില വിമൽ ഒരു കാമിയോ ആയാണ് ചിത്രത്തിൽ വരുന്നത്. സയനോരയുടെ കഥാപാത്രവുമായി ചിത്രത്തിലെ ആർക്കും തന്നെ കോമ്പിനേഷൻ രംഗങ്ങൾ വരുന്നില്ല. വിനീതുമായി ഫോണിൽ സംസാരിക്കുന്ന സീനുകൾ മാത്രമേ പുള്ളിക്കാരിക്ക് വരുന്നുള്ളൂ. ഇഷ തൽവാറും ഗസ്റ്റ് റോളിൽ തന്നെ എത്തുന്നു. TV ഷോകളിലൂടെയും ഈയിടെ ഇറങ്ങിയ ചില ചിത്രങ്ങളുടെയും ഫേമസ് ആയ അശ്വിനും ചിത്രത്തിലുണ്ട്. നായകൻ വിവാഹം ആലോചിക്കുന്നതും പെണ്ണു കാണലിന് പോകുന്നതുമായ നിരവധി പുതിയ പെൺകുട്ടികളും ചിത്രത്തിൽ കാണാം. ബാബു ആന്റണിയുടെ വേഷം അത്യാവശ്യം നർമ്മം കലർത്തിയ തരത്തിലുള്ളതായിരുന്നു. ഈ ചിത്രത്തിലെ അഭിനേതാക്കളുടെ കോസ്റ്റ്യൂമുകളും ഭംഗിയുള്ളതായി തന്നെ തോന്നി. പടത്തിൻ്റെ കളർഫുള്ളായ രീതിക്ക് ചേരുന്ന തരത്തിൽ തന്നെയായിരുന്നു കോസ്റ്റ്യൂംസ്. മഹാ സുബൈറാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. രഞ്ജൻ എബ്രഹാമായിരുന്നു എഡിറ്റർ. വിനീത് ശ്രീനിവാസൻ്റെ ഹ്യൂമർ രംഗങ്ങൾ തന്നെയായിരുന്നു ആദ്യ പകുതിയിലൊക്കെ പടത്തെ മുൻപോട്ട് കൊണ്ടുപോയത്. പകുതി കഴിയുമ്പോൾ ആ രസം കുറഞ്ഞതായും തോന്നി. അരവിന്ദനിൽ നിന്നും വ്യത്യസ്തമായ വേഷം തന്നെയായിരുന്നു ഇവിടെ വിനീതിൻ്റെ ജയേഷ്. അത് അദ്ദേഹം വൃത്തിയായി ചെയ്തതായി തോന്നി. ഇൻ ഷോർട്ട്, 40 അടുത്തിട്ടും വിവാഹം നടക്കാത്ത ഒരു മലയാളി യുവാവിൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ രസകരമായി കോർത്തിണക്കിയ ശരാശരി രേഖയിൽ നിൽക്കുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രമായിട്ടാണ് ഫീൽ ചെയ്തത്. മൊത്തത്തിൽ ഒരു ഓക്കെ മൂവി എന്ന് പറയാം. തരക്കേടില്ല. ദാറ്റ്സ് ഓൾ.